എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും DSLR ക്യാമറകൾ യൂസ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ DSLR ക്യാമറ മേടിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്. നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് DSLR ക്യാമറ കയ്യിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. വീഡിയോസ് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയൽ വീഡിയോസ് കാണാത്തവർ ദയവായിട്ട് ഇവിടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിവിടെ പറയുന്നത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കാര്യങ്ങളല്ല, കുറച്ച് അമച്വർ ലെവലിൽ അല്ലെങ്കിൽ ഒരു ബിഗിനർ എന്നുള്ള ലെവലിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ക്യാമറ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്യാമറ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ക്യാമറയുടെ, അത് ഏത് ക്യാമറയാണെങ്കിലും അതിൻ്റെ പ്രധാന ശത്രുക്കൾ ഇതൊക്കെയാണ്: പൊടി, പുക, വെള്ളം, അതുപോലെ തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള വെതർ കണ്ടീഷൻസ്, അതായത് കൂടുതൽ ചൂടായിട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലെ അവസ്ഥ അല്ലെങ്കിൽ തണുത്തിരിക്കുന്ന അവസ്ഥ. ഇതൊക്കെയാണ് നിങ്ങളുടെ ക്യാമറയുടെ പ്രധാന ശത്രുക്കൾ, അല്ലെങ്കിൽ ഇവയിൽ നിന്നൊക്കെയാണ് നമ്മൾ ക്യാമറയെ രക്ഷിക്കേണ്ടത്. നമുക്കിപ്പോൾ ക്യാമറ വാങ്ങി എന്നുള്ളതുകൊണ്ട് ഈ സംഭവങ്ങളൊന്നും നമ്മുടെ ക്യാമറയിൽ പറ്റാതെ നമുക്ക് വീടിനകത്ത് തന്നെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇൻഡോർ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും പുറത്തെ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് ക്യാമറ എക്സ്പോസ്ഡ് ആവും. ഈ പൊടിയും അല്ലെങ്കിൽ വെള്ളമൊക്കെ ആയിട്ട് ക്യാമറ എക്സ്പോസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പുറത്തെ സമയങ്ങളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ. DSLR എന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ്. അതായത് ക്യാമറയുടെ ലെൻസും ക്യാമറയും രണ്ട് ഭാഗങ്ങളാണ്. നമ്മൾ ലെൻസ്, പല രീതിയിലുള്ള ലെൻസുകൾ DSLR ക്യാമറയിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഈ ലെൻസ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗവും ക്യാമറയിൽ ചേർന്ന് വരുന്ന ഭാഗവും, അല്ലെങ്കിൽ ലെൻസിൻ്റെ അറ്റാച്ച്മെൻറ്റ്, ലെൻസ് മൗണ്ട് ചെയ്യുന്ന ആ ഭാഗം എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുക എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇമേജസിനെ അത് ബാധിക്കും, നമ്മുടെ ഇമേജിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും, ബ്ലർഡ് ആയിട്ടുള്ള ഇമേജസ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. സോ ക്യാമറയുടെ ആ മൗണ്ട്, അല്ലെങ്കിൽ ലെൻസ് മൗണ്ട് ചെയ്യുന്ന ആ ഭാഗം, അല്ലെങ്കിൽ ആ ക്യാമറയും ലെൻസുമായിട്ട് കോൺടാക്റ്റ് വരുന്ന ആ ഭാഗം എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇൻ കേസ് ഈ കോൺടാക്റ്റ് വരുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ ഈ ലെൻസിൻ്റെ മൗണ്ട് വരുന്ന ക്യാമറ ആയിട്ട് മൗണ്ട് ചെയ്യുന്ന ഭാഗത്ത് എന്തെങ്കിലും ചെറിയ പൊടിയോ ചെളിയോ എന്തെങ്കിലും പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു ബഡ്സ് അല്ലെങ്കിൽ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് വളരെ കെയർഫുള്ളായിട്ട് അവിടെ ക്ലീൻ ചെയ്യുക. ദയവായിട്ട് കൈകൊണ്ട് ആരും തൊടരുത്. അതുപോലെ തന്നെ ക്യാമറയുടെയും ലെൻസിൻ്റെയും മറ്റു ഭാഗങ്ങൾ, ഉദാഹരണമായിട്ട് LCD സ്ക്രീന്, അതുപോലെ തന്നെ ക്യാമറയുടെ ഫോക്കസ് റിങ്, പിന്നെ ഫ്ലാഷ് പോപ്പപ്പ് ചെയ്ത് വരുന്ന ആ ഭാഗങ്ങൾ, ബാക്കിലുള്ള ബട്ടൺസ്, നമ്മുടെ ഷട്ടർ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ പൊടി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ് ബ്രിസിലായിട്ടുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ച് സാവധാനം ക്ലീൻ ചെയ്യുക. അതായത് വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. മെമ്മറി കാർഡും അതുപോലെ തന്നെ ബാറ്ററിയും ഇടുന്ന ഭാഗങ്ങൾ, തുറക്കുന്ന ഭാഗങ്ങളാണ്, അകത്ത് പൊടി കയറാനുള്ള സാധ്യതയുണ്ട്. സോ അതും വളരെ സ്മൂത്തായിട്ടുള്ള, അല്ലെങ്കിൽ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സോഫ്റ്റ് ബ്രിസിലായിട്ടുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ചോ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സെൻസർ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ക്യാമറയുടെ ഉൾവശം ക്ലീൻ ചെയ്യുന്ന ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇത് തികച്ചും അറിയാവുന്ന ഒരു ഈ പരിപാടിക്ക് മുതിരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക. സെൻസറിലോ മിററിലോ ഒന്ന് ടച്ച് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അവരുടെ കസ്റ്റമർ കെയർ സർവീസ് സെൻ്ററുകളുണ്ട്, അവിടെ കൊടുത്ത് മാത്രം ഇത് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇത് കൃത്യമായി അറിയാം എന്നുള്ളവർ മാത്രം ഇത് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ സെൻസറിലോ അല്ലെങ്കിൽ മിററിലോ അവിടെയൊക്കെ ഡാമേജസ് എന്തെങ്കിലും ഉണ്ടായി കഴിയുകയാണെങ്കിൽ നന്നാക്കി എടുക്കാനായിട്ട് വളരെ എക്സ്പെൻസ് നമ്മൾ ചിലവഴിക്കേണ്ടി വരും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ക്യാമറയുടെ ലെൻസ് മാറ്റേണ്ട ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രൈം ലെൻസ് അല്ലെങ്കിൽ കിറ്റ് ലെൻസ് മാറ്റി ഒരു സൂം ലെൻസ് അങ്ങനെ എന്തെങ്കിലും മാറ്റിയിടേണ്ട സാഹചര്യത്തിൽ ആ സമയത്ത് ആ എൻവയോൺമെൻറ്റ് നോക്കുക. ഒരുപാട് പൊടിപടലങ്ങളുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കടൽ തീരത്തൊക്കെ വെച്ച് നമ്മൾ ഈ ലെൻസ് മാറ്റിയിടുന്ന സമയങ്ങളിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ പൊടിക്കാറ്റൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ലെൻസ് മാറ്റിയിട്ടിട്ട് ക്യാപ്പ് ചെയ്യുക. ലെൻസ് മൗണ്ട് ചെയ്യുമ്പോൾ ക്യാമറ ഡൗൺ പൊസിഷനിൽ, അല്ലെങ്കിൽ ക്യാമറ താഴേക്ക് പിടിച്ചിട്ട് മാത്രം ലെൻസ് മൗണ്ട് ചെയ്യുക. അത് പൊടി അകത്തേക്ക് കയറാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ലെൻസ് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കണ്ടീഷനിൽ നിന്ന് വേറൊരു കണ്ടീഷനിലേക്ക് മാറ്റുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോൾഡായിട്ടുള്ള ഒരു കണ്ടീഷനിൽ നിന്ന് ചൂടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കി കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ലെൻസിനകത്ത് ഒരു കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഒരു വാട്ടർ വേപ്പർ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അത് മാറുന്നതിനായിട്ട് ചിത്രങ്ങൾ എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു എൻവയോൺമെൻറ്റിലേക്ക് ലെൻസ് തുറന്നു വെച്ച് ഈ വാട്ടർ വേപ്പർ പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞിട്ട് ചിത്രങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ബിഗിനേഴ്സ് അല്ലെങ്കിൽ എൻട്രി ലെവൽ ഫോട്ടോഗ്രാഫേഴ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാമറയുടെ സ്ട്രാപ്പ് അല്ലെങ്കിൽ വള്ളി വളരെ കൃത്യമായിട്ട് അത് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ വള്ളി ഊരിപ്പോരാനും ക്യാമറ താഴെ വീഴാനൊക്കെ സാധ്യതയുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി മുതൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാം ക്യാമറയുടെ ഏറ്റവും വലിയ ശത്രു ഫംഗസ് ആണ്, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിയാണ്, ഈർപ്പമാണ്.
ഇത് ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരു പരിധിവരെ സിലിക്ക ജെൽ എന്ന് പറയുന്ന ഒരു ചെറിയ മോയ്സ്ചർ അബ്സർവ് ചെയ്യുന്ന ഒരു ജെല്ലുണ്ട്. ഇത് സഹായിക്കും. ഇത് ക്യാമറ ഷോപ്പുകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് അവൈലബിൾ ആണ്. സോ അത് വാങ്ങിച്ച് ക്യാമറ വെക്കുന്ന ബാഗിലോ അല്ലെങ്കിൽ ക്യാമറ സൂക്ഷിക്കുന്ന കൂടെ വെക്കുക. ഒരുപാട് വിലയൊന്നും ഇല്ലാത്ത ഒരു ക്യാമറ ക്ലീനിങ് കിറ്റിൻ്റെ ഒരു ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതെല്ലാവരും കയറി നോക്കുക. വാങ്ങാൻ പറ്റുന്നവർ പരമാവധി വാങ്ങുക. പിന്നെ ഇത് എങ്ങനെ ഇത് ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ വിദഗ്ധരുടെ സഹായം തേടുക. അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് ഇത് ചെയ്ത് പരിചയമുള്ള ആരുടെയെങ്കിലും കീഴിൽ എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഇത് ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ക്യാമറയുടെ ലൈഫ് കുറച്ചുകൂടി കിട്ടും. ഫംഗസ് ഒന്നും വരാതെ തന്നെ നല്ല രീതിയിൽ ക്യാമറ സൂക്ഷിക്കാൻ പറ്റും. കൂടുതൽ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ചിത്രങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒരു കാര്യം ഞാൻ ഒന്നുകൂടി പറയുന്നു, ക്യാമറ തുറന്ന് ക്ലീൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെൻസറോ മിററോ ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ദയവായിട്ട് കൈകൊണ്ട് തൊടുകയോ ഷാർപ്പായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് അവിടെ ടച്ച് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. അത് ക്യാമറയ്ക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കും. സോ ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ ആൻഡ് ദിസ് ഈസ് ഫുഡ് ഫോട്ടോ.